ഒരു വെല്ലുവിളിയായി രണ്ടാം മൂഴം എന്ന സിനിമ സംവിധാനം ചെയ്യാൻ നിങ്ങളെ മുന്നിലേക്ക് കിട്ടിയാൽ അത് ഏറ്റെടുക്കാനുള്ള ധൈര്യം അശ്വതി കാണിക്കുമോ? ഇല്ല. ഇറ്റ്സ് എ വെരി സ്ട്രെയിറ്റ് ഫോർവേഡ് ആൻസർ. ഞാനൊരു തുടക്കക്കാരിയല്ലേ. എനിക്കിതിനെക്കുറിച്ച് ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട്. ഞാൻ ഒരു ഒറ്റ സിനിമ, ഒരു കുഞ്ഞു സിനിമയെ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഞാനൊരിക്കലും അങ്ങനത്തെ സാഹസത്തിന് മുതിരില്ല. എന്താണെന്ന് വെച്ചാൽ അതൊരു വലിയ സിനിമയാണ്, അതൊരു വലിയ പ്രോജക്റ്റാണ്. അത് കൃത്യമായിട്ട് അതിനെ പ്ലേസ് ചെയ്യാനും അതിനെ കൺസീവ് ചെയ്യാനും പറ്റുന്ന ഒരു ഡയറക്ടർ വേണം. അതിനോട് 100% ആ കഥയോട് നീതി പുലർത്തുന്ന ഒരാളായിരിക്കണം. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്ഷൻ ഹൗസ് വരണം. അതിന് ഒരുപാട് ചാലഞ്ചസ് ഉണ്ട്. രണ്ടാമതും നമുക്കങ്ങനെ പെട്ടെന്ന് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയല്ല. അതിന് ഒരുപാട് സമയം, പ്രീ പ്രൊഡക്ഷൻ 1.5-2 വർഷം പ്രീ പ്രൊഡക്ഷൻ ആവശ്യമുണ്ട്. പക്ഷെ ഞാനത് എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ള ഒരു താല്പര്യം എൻ്റെ ഉള്ളിലുണ്ട്. എന്ന് വെച്ചാൽ അച്ഛൻ ഒരുപാട് അത് ആഗ്രഹിക്കുന്നുണ്ട്, അത് സിനിമയായി കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. മലയാളികളും ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട്, പുസ്തകം വായിച്ച എല്ലാവരും. അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യണം, അത് നടപ്പിലാക്കണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹം കൂടിയാണ്. അതിന് വേണ്ടിയുള്ള ഒരു പക്ഷേ ഡെസ്റ്റിനി ഹാഡ് ദിസ് പ്ലാൻ ദറ്റ് ഞാൻ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ച് എനിക്കതിൻ്റെ എക്സിക്യൂഷനിൽ കൂടെ നിൽക്കാനുള്ള ഒരു ധൈര്യം മനോരഥങ്ങളിലൂടെ ഞാൻ ആർജിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നിങ്ങൾ ഉൾപ്പെടുന്ന പ്രൊഡക്ഷൻ കമ്പനിയുടെ ഭാഗമായിട്ട് രണ്ടാം മൂഴം വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം തീർച്ചയായിട്ടും. എന്താ വെച്ചാൽ ന്യൂസ് വാല്യൂ പ്രൊഡക്ഷൻസിൻ്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നല്ല കണ്ടൻറ്റ്. നമ്മളിപ്പോൾ ഒരുപാട് പേര് പ്രൊഡ്യൂസേഴ്സ് നമ്മളോട് അപ്രോച്ച് ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്ത ഒരു രീതി, മനോരഥങ്ങൾ എക്സിക്യൂട്ട് ചെയ്ത ഒരു രീതി സാധാരണ ഇവിടെ സിനിമ ചെയ്യുന്ന രീതിയിൽ നിന്ന് വളരെ വ്യത്യാസമുണ്ട്. നമ്മളൊരു ലൈൻ പ്രൊഡക്ഷൻ രീതിയാണ്. അപ്പോൾ അത് ബോളിവുഡിലൊക്കെ ഉണ്ട്, ബോളിവുഡിലുണ്ട്, ഹോളിവുഡിലുണ്ട്. ആ ഒരു രീതിയാണ് നമ്മൾ ഇവിടെ ഓപ്പറേഷണലാക്കിയത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ വളരെ സ്ട്രീം ലൈൻഡായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ ആ ഒരു ഉദ്ദേശമുണ്ട്. ന്യൂസ് വാല്യൂ പ്രൊഡക്ഷൻസിന് ഇപ്പോൾ പലരും അപ്രോച്ച് ചെയ്യുന്നത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാം, നിങ്ങളിതൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് തരാം. അപ്പോൾ കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യുക, അതിന് നമ്മളൊരു സർവീസ് ഫീ വാങ്ങുക, ദാറ്റ് ഈസ് ഓൾ. അല്ലാതെ ഇതിൽ ഇറ്റ്സ് എ വെരി ട്രാൻസ്പെറൻറ്റ് പ്രോസസ്സ്. ഇപ്പോൾ ഈ ട്രാൻസ്പെറൻസി ഒരു വലിയ കീ ആയിട്ട് ഇതിൽ വരികയാണ്. അപ്പോൾ അത് അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നല്ലൊരു ടീമുള്ളപ്പോൾ തീർച്ചയായിട്ടും രണ്ടാം മൂഴത്തിൻ്റെ എക്സിക്യൂഷന് നമുക്ക് കൂടെ നിൽക്കാൻ സാധിക്കും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ കേൾക്കുന്നത് ബിഗ് ബഡ്ജറ്റ് ആയതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആളുകളിൽ നിന്ന് ചിലപ്പോൾ സിനിമ മറ്റു പലരിലേക്കും മാറാൻ ചാൻസ് ഉണ്ടോ? കാരണം കേരളത്തിലാകുമ്പോൾ അതിനൊരു പരിധിയുണ്ട്. അപ്പോൾ അതിൻ്റെ താരങ്ങളെ സെലക്ട് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് മറ്റ് മേഖലകളിൽ നിന്ന് വരാൻ സാധ്യതയുണ്ടോ? അതായത് മലയാളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒരു സിനിമയല്ല രണ്ടാം മൂഴം. രണ്ടാം മൂഴം എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു പാൻ ഇന്ത്യൻ സിനിമയായിട്ട് വരണം. എന്നാൽ മാത്രമേ അതിൻ്റെ ബഡ്ജറ്റിനെ നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അത് അത്രയും വലിയ ലെവലിൽ ചെയ്യേണ്ടുന്ന ഒരു വർക്കാണ്. അറിയാമല്ലോ അതിൻ്റെ സെറ്റിങ്ങും അത് ഡിമാൻഡ് ചെയ്യുന്ന ഒരു പ്രിമൈസും അതിൽ വരേണ്ട ഒരുപാട് VFXും കാര്യങ്ങളും ഒരുപാടുണ്ട്. യുദ്ധം, പിന്നെ ഓരോ കാലഘട്ടവും നമ്മളത് കാണിക്കുന്നത് എത്രമാത്രം ചാലഞ്ചിങ് ആണ് പ്രൊഡക്ഷൻ വൈസ്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു പാൻ ഇന്ത്യൻ സിനിമയായിട്ട് തന്നെ നമുക്കതിനെ കൺസീവ് ചെയ്യാൻ പറ്റുള്ളൂ. മലയാളത്തിൽ മാത്രം ഒതുക്കി നിർത്താൻ പറ്റില്ല. ഇപ്പം ഡയറക്ടറിലൊക്കെ ഇന്ന് വരെ നമ്മൾ സംവിധായകൻ ആരാവും എന്നൊരു കാര്യത്തിലൊന്നും ഇതുവരെ തീരുമാനത്തിൽ എത്തിയിട്ടില്ല. ഇല്ല. ഭീമൻ എന്ന കഥാപാത്രത്തിൻ്റെ കാര്യത്തിലെങ്കിലും തീരുമാനത്തിലെത്തിയിട്ടുണ്ടോ? ഇല്ല. എന്താന്ന് വെച്ചാൽ അത് നമ്മളുടെ മാത്രം ഐഡിയ അല്ലല്ലോ, ഡയറക്ടറുടെ ഒരു കോളും കൂടിയാണത്. അവരുടെ ഒരു ക്രിയേറ്റീവ് കോളാണ്. ഇപ്പോൾ ഡയറക്ടർ ആരാണോ, ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പാണ് അദ്ദേഹം. ഇതിനെ കൊണ്ടുപോയി അതിൻ്റെ റിലീസ് വരെ എത്തിക്കേണ്ട ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വിഷൻ ആരാണോ, ആര് ചെയ്താലും അവരുടെ ഒരു വിഷൻ അനുസരിച്ച് കാസ്റ്റിങ്ങും കാര്യങ്ങളും വരണം. ഓഫ് കോഴ്സ് അത് പ്രൊഡക്ഷന് വയബിൾ ആവുകയും വേണം. ഇറ്റ്സ് എ ഗിവ് ആൻഡ് ടേക്ക്. ഡയറക്ടറുടെ ചോയ്സ് അത് പ്രൊഡക്ഷനും കൂടി ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ വരുവാണെങ്കിൽ അപ്പം മാത്രമേ ഇത് പ്രാക്ടിക്കൽ ആവുള്ളൂ.